കഴിഞ്ഞ ദിവസത്തെ 2 ആവോലിയിൽ നിന്ന് 1 ആവോലിയുടെ കഷ്ണങ്ങൾ എന്ത് ചെയ്യുന്നു കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഒരുപാട് കമൻസ് ഇട്ട് കേട്ടോ എനിക്ക് യൂട്യൂബിൽ ഇൻസ്റ്റയിലായിട്ട് അത് കട്ട് ചെയ്യുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടിട്ട് ഇത് ഇങ്ങനെ ചെത്തിയെടുക്കണം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ ആവോലിയുടെ തലയും വാലും ഒഴിച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ ഫ്രൈ ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളകും പെരിഞ്ചീരകവും കൂടി ചതച്ചാണ് കേട്ടോ. അതും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചെറുതായി നുറുക്കിയതും പിന്നെ അരമുറി നാരങ്ങാ നീരും കൂടിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി പെരട്ടി കൊടുക്കുക. മീനിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പെരട്ടിയതിന് ശേഷം ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണേ. എന്നാലേ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ. ഇനി നല്ല ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ മീനൊക്കെ ഓരോന്ന് ഇങ്ങനെ നിരത്തിയിട്ട് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, ഈ മീൻ മൊരിച്ചെടുക്കുമ്പോഴുള്ള ഒരു രുചി എൻ്റെ അമ്മ അതൊരു പ്രത്യേകത തന്നെയാണ് അല്ലേ. അതിൻ്റെ മണം മതി ചോറ് തിന്നാനായിട്ട്. പിന്നെ ഈ മീൻ പൊരിച്ച എണ്ണ മിക്കവാറും ആരും കളയാറില്ലല്ലേ, അത് ചോറിൻ്റെ കൂടെ ഇട്ട് കഴിക്കുന്നവരുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ.